എനിക്ക് ഈ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പറ്റാതിരിക്കട്ടെ. ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ ന്യൂസിലാൻഡിലേക്ക് പാർട്ട്നേഴ്സിനെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയാം. ന്യൂസിലാൻഡിൽ നമ്മളെ മാരേജ് സർട്ടിഫിക്കറ്റിന് അത്ര വിലയൊന്നുമില്ല. ഇമിഗ്രേഷൻ നോക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ എത്ര കാലം ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. എൻ്റെ കേസിൽ വൈഫിൻ്റെ വിസക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്ന ടൈമിന് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചിട്ട് താമസിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ജനറൽ വിസിറ്റർ വിസയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവർ കണ്ടീഷൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ 10 മാസം ഒരുമിച്ചിട്ട് താമസിച്ച് കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് വിസക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 10ാമത്തെ മാസം ഇവളുടെ വിസക്ക് അപ്ലൈ ചെയ്ത് കേസ് ഓഫീസർ നോക്കുക, നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് മുതൽ ബാക്കോട്ടുള്ള 10 മാസത്തിലുള്ള പ്രൂഫാണ്. അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് മന്ത് എനിക്ക് ഒരു സാധനം സബ്മിറ്റ് ചെയ്യാനില്ല. കാരണം ഞാൻ ആദ്യത്തെ മാസം ഞാൻ ഇവർക്ക് ഒരു ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ പവർ ബില്ലോ അല്ലെങ്കിൽ എൻ്റെ ഹൗസിൻ്റെ എഗ്രിമെൻറ്റിലോ ഇവളെ പേര് ആഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഇത് ട്രൂലി ഓരോ കേസ് ഓഫീസറിൻ്റെ സ്വഭാവം പോലെയാണ്, അയാളെ മൂഡ് പോലെ ഇരിക്കും. പറയുമ്പോഴേക്കും നമുക്ക് ഏകദേശം 1.5 വർഷത്തിന് മുകളിലുള്ള പ്രൂഫ് നമ്മളെ കയ്യിലുണ്ട്. അതിനുശേഷം പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് മന്തിലുള്ള പ്രൂഫ് വേണം. അവിടെ നമ്മൾ സ്റ്റക്കായി. ഞാൻ ലാസ്റ്റ് വിചാരിച്ചു ഇവർക്ക് ഇനി എന്തായാലും റെസിഡൻറ്റ് വിസ കിട്ടാൻ പോകുന്നില്ല, പിന്നെ ടൈം പോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വേറൊരു വർക്ക് വിസക്കും കൂടി അപ്ലൈ ചെയ്തു. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ PR ഇടുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരില്ല.